യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് മെനി ടൈംസ് വി ഡു നോട്ട് നോ വാട്ട് ഇറ്റ് ആക്ച്വലി മീൻസ്. അതിൻ്റെ അർത്ഥഗാംഭീര്യം അല്ലെങ്കിൽ അതിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന അർത്ഥം എന്താണ് എന്ന് നമുക്ക് പലർക്കും അറിയാതെ പോകുന്നതാണ്. എല്ലാവർക്കും അറിയാം വാക്യം, എല്ലാവർക്കും അറിയാതെ. ഞങ്ങളെയൊക്കെ ആദ്യം പഠിപ്പിച്ച വാക്യം അതാ, യഹോവൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് കൈ ഉയർത്തിക്ക്. എല്ലാവർക്കും അറിയാം യഹോവൻ്റെ ഇടയനാകുന്നു എനിക്ക്. പക്ഷേ ആ വാക്യത്തിൻ്റെ അർത്ഥം എന്നാ, വാട്ട് ഇറ്റ് ആക്ച്വലി മീൻസ്. നല്ല പങ്കാളുകളും വിശ്വസിക്കുന്നത് ഇത് ദാവീദ് ഒരു ഇടയനായിരിക്കുന്ന സമയത്ത് എഴുതിയെന്ന, വേറെ പണിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇരുന്ന് എഴുതിയ പാട്ടാ, കിന്നരം ഉണ്ടായിരുന്നു അതുകൊണ്ട് അന്നേരം എഴുതി ചുമ്മാ പാടി. അല്ല, ഞാനത് അങ്ങനെ വിശ്വസിക്കുന്നില്ല. ദാവീദ് രാജാവായതിനു ശേഷം എഴുതിയ പാട്ടാ, സങ്കീർത്തനമാണെന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. അതിന് കാരണമുണ്ട്. നിങ്ങൾ ആ മറ്റൊരു രീതി വിശ്വസിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ സങ്കീർത്തനം അറിഞ്ഞിരുന്നാൽ ഏറ്റവും നല്ലത് അതാണ്. എപ്പോൾ എഴുതി, ആരെഴുതി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ ഇത് ദാവീദ് ഒരു ഇടയച്ചെറുക്കനായിരുന്നപ്പം എഴുതിയ പാട്ടല്ല, ഒരു സങ്കീർത്തനമല്ല. കാരണം അതിനകത്ത് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതല്ല എന്ന് ഞാൻ വിശ്വസിക്കാനായിട്ട്. അവനെൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് അതിനകത്ത് ദാവീദ് പറഞ്ഞിട്ടുണ്ട്. ഇടയച്ചിറക്കനെ ആരും എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യത്തൊന്നുമില്ല. ഇത് ദാവീദ് ഓർത്തത് തന്നെ രാജാവായി അഭിഷേകം ചെയ്ത ആ ഒരു സന്ദർഭം ഓതിട്ടാണ് ദാവീദ് പറയുന്നത്. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇത് ദാവീദിന് പറയണമെങ്കിൽ he cannot say when he was a shepherd boy. അവനൊരു ആട്ടിടയനായിരിക്കുമ്പോൾ അവനത് പറയാൻ പറ്റില്ല. രാവിലെ എണ്ണ വെച്ച് കുളിക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. ഇത് ദൈവത്തിൻ്റെ ഒരു അഭിഷേകത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില ദിവസങ്ങളുണ്ട്. ദാവീദിന് മാത്രമേ പല പ്രാവശ്യം അഭിഷേകം ചെയ്യപ്പെടാനുള്ളൊരു ഭാഗ്യവും ലഭിച്ചിട്ടുള്ളൂ. ആദ്യം യഹൂദയ്ക്ക് രാജാവായിട്ട്, പിന്നെ ഇസ്രായേലിന് മുഴുവൻ രാജാവായിട്ട് അവൻ അഭിഷേകം ചെയ്യപ്പെട്ടു. രാജസ്ഥാനത്തിരിക്കുന്ന ദാവീദാണ് ഇത് എഴുതിയത്. തിരിഞ്ഞു നോക്കിയപ്പോഴാ അവൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് അവന് പറയണമെങ്കിൽ ചുമ്മാ ഒരു പ്രാസം ഗാനത്തിൽ ചില വരി വേണമല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തതല്ല, എഴുതിയതല്ല. പകരം തൻ്റെ ജീവിതാനുഭവമായിരുന്നു. രണ്ടാമതൊരു വാക്കും തെളിവും കൂടെ ഞാൻ അവിടെ ഒത്തിരി ഉണ്ട്. രണ്ടാമത്തെ ഒരു തെളിവും കൂടെ ഞാൻ തരാം. ഏതായിരിക്കും അത്? ശത്രുക്കൾ മുൻപാകെ എനിക്ക് മേശ ഒരുക്കുന്നു. ഇടയച്ചെറുക്കനായ ദാവീദിന് നേരെ ഏത് ശത്രുവായിരുന്നു ഉണ്ടായിരുന്നത്? സിംഹവും കരടിയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ സാധാരണയാണ്. അതൊന്നുമല്ല. ദാവീദിന് എണ്ണിപ്പറയാൻ ചില ശത്രുക്കളുണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തെ എടുത്തേ ഞാൻ അടങ്ങൂ എന്ന് വാതുകെട്ടിയ, അവൻ്റെ ജീവിതത്തിന് വില പറഞ്ഞ, തക്കം കിട്ടിയാൽ വിരുന്നെന്നോ വിവാദമെന്നോ ഒന്നും നോക്കാതെ അവനെ കൊല്ലാൻ ആഗ്രഹിച്ച് അവൻ്റെ പുറകെ നടന്ന ചില ആളുകളുണ്ടായിരുന്നു. ഓർക്കുന്നോ? വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തൻ എന്ത് ചെയ്തത്? കുന്തം എറിഞ്ഞത്. ആരാ? അമ്മായിപ്പൻ. ശൗരെന്ന് പറഞ്ഞ് ചുമ്മാ കളയല്ലേ, അമ്മായിപ്പൻ. അങ്ങനത്തെ അമ്മായിപ്പന്മാരെ കണ്ടിട്ടില്ല. പക്ഷെ കെട്ടിച്ചു കൊടുത്തപ്പോഴേ അവൻ്റെ ഉദ്ദേശം അതായിരുന്നു, അവൻ അവൾക്കൊരു കണിയായിരിക്കും എന്ന് വിചാരിച്ചാ എന്ത് ചെയ്തത്? കൊടുത്തത് തന്നെ. അവരുടെ മധ്യേ ശത്രുക്കൾ മുൻപാകെ. അവിടുന്ന് അങ്ങോട്ട് നീ എണ്ണിക്കോ. ദാവീദിൻ്റെ ആയുസ്സിന് വില പറഞ്ഞ ശത്രുക്കളെ നിങ്ങൾ എണ്ണിക്കോ. മോൻ എഴുന്നേറ്റില്ലേ ഒരു ദിവസം? സ്വന്തം മകൻ എഴുന്നേറ്റില്ലേ? അതെല്ലാം കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ ശേഷമാ ഞാൻ വിശ്വസിക്കുന്നു ദാവീദ് ഇത് എഴുതിയേക്കുന്നത്. എൻ്റെ ശത്രുക്കൾക്ക് മുൻപാകെ അവൻ മേശയൊരുക്കുന്നു. 2, അല്ലാണ്ട് ഇടയച്ചെറുക്കനായിരുന്നു അവൻ്റെ മുമ്പിൽ ഏത് ശത്രുവാ വേണേൽ പറയാം. അതൊക്കെ എല്ലാ ഇടയന്മാർക്കും ഉള്ളതാണ്. ഏതാ? പക്ഷെ അമ്മായിപ്പനെതിരെ നിൽക്കുന്നത് ചുരുക്കം ചിലർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആരെങ്കിലും അമ്മായിപ്പന്മാരെതിരാണെങ്കിൽ ഉറപ്പ് വെച്ചോ, നിൻ്റെ മേലൊരു ദൈവിക നോട്ടമുണ്ട്, നിൻ്റെ മേലൊരു ദൈവിക അഭിഷേകമുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. മൂന്നാമത്തെ തെളിവ് തരാം. ദാവീദ് രാജാവായതിനു ശേഷമാണ് ഇത് എഴുതിയത് എന്നുള്ളതിന് തെളിവ്. 3 ആർക്കെങ്കിലും പറയാമോ?
യഹോവയുടെ ആലയത്തിൽ ഞാൻ വസിക്കും. ദാവീദ് ഇടയ ചെറുക്കനായിരിക്കുന്ന കാലത്ത് എന്തില്ല? ആലയമൊന്നുമില്ല. പെട്ടകം തന്നെ എവിടെ ഇരിക്കുന്നത്? വല്ലയിടത്തായിരിക്കുന്നത് അല്ലേ? ദാവീദ് രാജാവാകുമ്പോൾ എന്തില്ല? പെട്ടകം പോലും എന്തില്ല? ഇസ്രായേലിലില്ല. ശൗലിൻ്റെ കാലത്ത് പെട്ടകം ഫെലിസ്ത്യരുടെ കയ്യിലായിരിക്കുന്നത്. ശൗലിൻ്റെ കാലത്ത് ഇതിനെ അലക്ഷ്യമാക്കിയിരിക്കുക. യഹോവയുടെ ആലയം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല എവിടെങ്ങും. ദാവീദാണ് യഹോവയുടെ നിയമപ്പെട്ടകത്തിന് എന്ത് ചെയ്തത്? ആദ്യം ഒരു ആലയം ഉണ്ടാക്കുന്നത്. ഞാൻ യെരൂശലേം ദേവാലയത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ഒരു കൂടാരം ചമച്ചത്. അതിൻ്റെ പേര് ദാവീദിൻ്റെ കൂടാരമെന്നാ. ദാവീദ് പറയുന്നു, ആ കൂടാരത്തിൽ കാവൽക്കാരനായിരിക്കുന്നതാണ് എനിക്കേറെ ഇഷ്ടം. അപ്പം അത് എഴുതണമെങ്കിൽ, ഈ സങ്കീർത്തനം വരണമെങ്കിൽ അതിനും ശേഷമായിരിക്കണം ഈ സങ്കീർത്തനം എന്ത് ചെയ്തിരിക്കുന്നത്? എഴുതപ്പെട്ടത്. അപ്പം നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ, ഇപ്പോൾ ദാവീദ് ഏതാണ്ട് ഒരു നല്ല സേഫ് ആൻഡ് സെക്യൂർ പൊസിഷനിലായിരിക്കുന്നത്. വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്താണ് ദാവീദ് ഇരിക്കുന്നത്. രാജസ്ഥാനത്തേക്ക് എത്തി. സകല ശത്രുക്കളും അവന് കാൽക്കീഴായി കഴിഞ്ഞിരിക്കുന്നു. യഹോവയുടെ നിയമപ്പെട്ടകവും കൊണ്ടുവന്ന് ദാവീദ് തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൂടാരത്തിനകത്ത് അടുപ്പിച്ച് അവിടെ സംഗീതക്കാരെ ആരാധനകൾ അവിടെ നടത്തത്തക്ക രീതിയിൽ കാര്യം. അവിടെ യാഗം മാത്രമില്ല, അവിടെ ബാക്കി എല്ലാ ആരാധനകളുമുണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: ദാവീദിൻ്റെ വീണുപോയ കൂടാരങ്ങളെ ഞാൻ വീണ്ടും പണിയുമെന്ന്. ദൈവ സാന്നിധ്യം മാത്രം വെളിപ്പെടുന്ന, ആചാരങ്ങളില്ലാത്ത, അനുഷ്ഠാനങ്ങളില്ലാത്ത, കോരണങ്ങളോ മറ്റു യാതൊന്നുമില്ലാത്ത, വെടിയോ വെടിക്കെട്ടോ ഇല്ലാത്ത, പൗരോഹിത്യമില്ലാത്ത ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഒരിക്കൽ കൂടെ പണിയുമെന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞത് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. അതും പണിത് കഴിഞ്ഞ് ദാവീദ് സ്വസ്ഥമായിരിക്കുക. തിരിഞ്ഞു പുറകോട്ട് നോക്കിയപ്പോൾ ദാവീദിന് യഹോവയെക്കുറിച്ച് പാടാതിരിക്കാൻ നിവൃത്തിയില്ല, പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് വർണ്ണിക്കാൻ നിവൃത്തിയില്ല. രാജസ്ഥാനത്തിരിക്കുന്ന രാജാവായിരിക്കുന്ന ദാവീദ് എഴുതുകയാ, യഹോവ എൻ്റെ ഇടയനാകുന്നു. He couldn't find any other relationship to relate himself with the living God who honored him all these days. കഴിഞ്ഞ നാളുകൾ അവനോട് കൂടെ ഇരുന്ന് അവനെ മാനിച്ച് ഇത്ര ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ഈ ദൈവവുമായുള്ളവൻ്റെ ബന്ധത്തെ വെളിപ്പെടുത്തുവാൻ അവന് മറ്റൊരു പദമില്ലായിരുന്നു. ദാവീദിന് വേണമെങ്കിൽ എഴുതാമായിരുന്നല്ലോ, യഹോവ എൻ്റെ രാജാവാകുന്നു, അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളവരുമായിട്ടല്ലേ നമ്മൾ താരതമ്യപ്പെടുത്തുള്ളൂ. യഹോവ എൻ്റെ രാജാവാകുന്നു എന്ന് വേണമെങ്കിൽ എഴുതായിരുന്നു. പക്ഷേ ദാവീദ് എഴുതിയ യഹോവ എൻ്റെ ഇടയനാകുന്നു. ഞാനും ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തെ എനിക്ക് ഏറ്റവും അതിശ്രേഷ്ഠമായ വിധത്തിൽ വെളിപ്പെടുത്താൻ എനിക്ക് കഴിയുന്ന ഒറ്റയൊരു നാമമേ ഉള്ളൂ, ഒറ്റയൊരു പദവിയേ ഉള്ളൂ, ഒറ്റൊരവസ്ഥയേ ഉള്ളൂ. അവൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് അവന് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, അവൻ എൻ്റെ ഇടയനാണ്. ഞാൻ പറഞ്ഞു, ഇത് ദാവീദ് രാജസ്ഥാനത്തേക്ക് വന്നതിന് ശേഷമാണ് ഇത് എഴുതിയത് എന്നുള്ളതിൻ്റെ 3 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. അത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ല, അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമില്ല. ആദ്യത്തെ വാക്യം അങ്ങ് അറിഞ്ഞേച്ചാൽ മതി. യഹോവ ഇടയനാണെങ്കിൽ അത്രയും അറിഞ്ഞേച്ചാൽ മതി, എപ്പോൾ എഴുതിയാലും. ഇല്ല, നമ്മളൊക്കെ പാടുന്ന പല പാട്ടുകളും ആരാ എഴുതിയെന്ന് അറിയത്തില്ല, എപ്പോഴാണ് എഴുതിയെന്ന് അറിയത്തില്ല. എന്നിട്ട് നമ്മൾ പാടി സന്തോഷിക്കുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ പാട്ട് എഴുതുമ്പോഴത്തേന് അല്ലേ പാട്ടിനേക്കാൾ വലിയ അക്ഷരത്തിലായിരിക്കും എഴുതിയ ആളുടെ പേര് വയ്ക്കുന്നത്. ആകെ 4 പേര് പാട്ടേ എഴുതി കാണത്തുള്ളൂ, പക്ഷേ അയാളെക്കുറിച്ച് പറയുന്നതായിരിക്കും അതിനേക്കാൾ കൂടുതൽ. പക്ഷെ പണ്ടത്തെ കാലത്തെ ആദിമ പെന്തക്കോസ് നാളുടെ അനുഭവങ്ങളിൽ പല പാട്ടുകളുടെയും പുറകിൽ ആരായി എഴുതിയെന്നറിയത്തില്ല. ഭക്തന്മാർ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ എഴുതി തീർത്ത പലരും നിത്യതയിലേക്ക് കടന്നു പോയതുകൊണ്ട് ഇന്ന് അതിൻ്റെ വരി മാറ്റി അവകാശം പറയുന്ന പലരുമുണ്ട്. പക്ഷേ ആദ്യകാല ഭക്തന്മാർ അവരുടെ പേരെഴുതിയിരുന്നില്ല. കാര്യം എന്നാണെന്നറിയാമോ? അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തുറന്ന് പറയട്ടെ, ഇത് എപ്പോൾ എഴുതിയെന്നൊന്നുമല്ല വിഷയം. നിൻ്റെ ജീവിതത്തിന് ആശ്വാസം തരുന്നെങ്കിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറുന്നെങ്കിൽ, നിൻ്റെ ജീവിതത്തെ അത് തണുപ്പിക്കുന്നെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ മുന്നേറുവാൻ നിനക്ക് ആവശ്യമായ ഊർജ്ജം അതിൽ നൽകി തരുന്നെങ്കിൽ പാടി ആനന്ദിക്കുക എൻ്റെ കുഞ്ഞെ, പാടി സന്തോഷിക്കുക, പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ടല്ലേ ആത്മനിറവ് പ്രാപിക്കാത്ത പല ഭക്തന്മാരും എഴുതിയ പാട്ട് ഇന്നും നാം പാടി ആസ്വദിക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ജീവിതാനുഭവങ്ങളിലായിരുന്നു അവർ ദൈവത്തെക്കുറിച്ച് പാടിയതാ. സാധു കൊച്ചുഞ്ഞുദേശി പെന്തിക്കോസുകാരനൊന്നും അല്ലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ പാട്ട് ഏറ്റവും കൂടുതൽ പാടുന്നത് നമ്മളാ. അനുഗ്രഹത്തിന് അധിപതി എഴുതിയ ആൾ പെന്തിക്കോസുകാരനൊന്നുമല്ല, പക്കാ ബ്രദറുകാരനായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ആരാ? ആത്മാവിൽ ആരാധിക്കുന്ന ആരാ? നമ്മളാ. കാര്യം എന്നാണെന്നറിയാമോ? ദൈവത്തെക്കുറിച്ച് അവർ അനുഭവിച്ച അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ തൂലികയിലൂടെ പുറത്തു വന്നപ്പോൾ അവരാരെഴുതിയെന്നുള്ളതല്ല നമ്മൾ നോക്കിയത്, അതിൻ്റെ അകത്തുള്ള അന്തസത്ത അറിഞ്ഞപ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ പാടി നാം സ്തുതിക്കുക ചെയ്യുന്നതാ.
പക്ഷേ ഈ പാട്ടിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കിയാൽ ഏതൊരു കാലഘട്ടത്തിലാണ്, ഏതൊരു സാഹചര്യത്തിലാണ് ഈ പാട്ട് എഴുതിയെന്നും കൂടെ അറിഞ്ഞാൽ നമ്മുടെ പാട്ടിന് അല്പം കൂടെ ഭാവഭേദം വരും, നമ്മുടെ പാട്ടിന് അല്പം കൂടെ അർത്ഥമുണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരു പാട്ട് എഴുതാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏത് പാട്ട് ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ. താരപ്പൻ ഉദ്ദേശിച്ചാണ് പാട്ട് എഴുതിയത്, പഴയക്കാരൻ. അദ്ദേഹം ആ പാട്ട് എഴുതിയത് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി സഹിച്ച കഷ്ടതയുടെ മധ്യത്തിൽ തളർന്നു കിടക്കുന്നത് കണ്ടിട്ട്, താൻ വിശ്വാസത്തിലേക്ക് നയിച്ചൊരു പെൺകുട്ടി അടിയേറ്റ് മുറിവേറ്റ് കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കോ ഇയാൾ അന്ന് രാത്രി പോയിരുന്ന് എഴുതിയ പാട്ടാണ് അത്. അതിൻ്റെ കഥ ഇറഞ്ഞ് പാടൂ, കണ്ണുനീര് നിൻ്റെ കണ്ണിൽ നിന്ന് വരാതിരിക്കത്തില്ല. അപ്പോൾ ദാവീദ് എപ്പോഴാണിത് എഴുതിയത് എന്ന ഒരു ഇളയ ചെറുക്കനായിട്ടിരുന്ന് എഴുതുമ്പോൾ ഇതിന് വലിയ അർത്ഥമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. എടാ കുഞ്ഞെ, അനുഭവത്തിൽ നിന്ന് വല്ലതും പറ. അതൊന്നും മതി ജീവിതത്തെ തൊടാനായിട്ട്. വാചക കസരത്തുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പഠിച്ചൂടെ? ഇല്ലേ, വാചകം അമ്മാനമാടാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ മനോഹരമായിട്ട് പ്രസംഗിക്കാൻ ആരെക്കൊണ്ടും കഴിയും. പക്ഷേ ആരെയും ചിരിപ്പിച്ചേക്കാം ആളെ, പക്ഷേ ആരുടെയും ഹൃദയത്തിലേക്ക് ഇറക്കത്തില്ല, ആർക്കും ജീവൻ്റെ വചനമായി പരിണമിക്കത്തില്ല, ആർക്കും അത് അത്ഭുതം വരുത്തത്തില്ല, ആർക്കും ദൈവകൃപ വ്യാപരിപ്പിക്കത്തില്ല. അതുകൊണ്ടല്ലേ വിദ്യാഭ്യാസമില്ലാത്ത പണ്ണ് കാണാത്ത ചില പാവപ്പെട്ട ഉപദേശമാർ പ്രസംഗിച്ചപ്പോൾ ജീവിതങ്ങൾ രക്ഷിക്കപ്പെട്ടവനും PhD കിട്ടിയപ്പം പ്രസംഗിച്ചവന് വിശ്വാസം വിട്ടുപോയതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ദൈവകൃപയുടെ നിറവിൽ നിന്ന് പ്രസംഗിച്ചതാ. അവരുടെ പാട്ട് ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നു, അവരുടെ ജീവിതം പാട്ടായിരുന്നു, അവരുടെ പാട്ട് ജീവിതമായിരുന്നു. 21-ാം സങ്കീർത്തനത്തിൽ രാജാവായ ദാവീദാണ് എഴുതുന്നത്. കാരണം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഒത്തിരി ഉണ്ടല്ലോ. ചിലരൊക്കെ ജീവിതം നോക്കിയാൽ ഒന്നും തിരിഞ്ഞു നോക്കാനില്ല. ദാവീദിന് ഒത്തിരി തിരിഞ്ഞു നോക്കാനുണ്ട്. അവൻ്റെ വേദനയിൽ അവൻ ഒരു ദിവസം പാടിയില്ലേ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊണ്ടു. സ്വന്തം അപ്പനും അമ്മയും അവനെ എന്ത് ചെയ്തെന്നറിയാമോ? ഉപേക്ഷിച്ചെന്ന. അതൊക്കെ ഓർത്ത ദാവീദ് രാജസ്ഥാനത്തിരുന്നപ്പോൾ അവൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞ്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലെന്ന് പറഞ്ഞ ഗാനം എഴുതാനായിട്ട് അവൻ വരികൾ ചമയ്ക്കാനായിട്ട് തുടങ്ങി. ആദ്യം എഴുതി, യഹോവ എൻ്റെ ഇടയനാകുന്നു. യഹോവ എൻ്റെ രാജാവെന്നല്ല. നമ്മളൊക്കെ അതാ പറയാം അല്ലേ, നമ്മുടെ ഇലക്കെ കൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡുള്ള പദം ഉപയോഗിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞല്ലേ. ദാവീദ് രാജസ്ഥാനത്തിലേക്ക് എത്തി. യഹോവയുടെ നിയമപ്പെട്ടകത്തെ മടക്കി കൊണ്ടുവന്നു. അതിനുവേണ്ടി ഒരു കൂടാരം അടിച്ച് ആ പെട്ടകത്തെ അതിനകത്ത് സ്ഥാപിച്ചു. അതിൽ സംഗീതക്കാർ ദൈവത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാനായിട്ടൊക്കെ കുറേ ആളുകളെ എന്ത് ചെയ്തെന്നോ, പെയ്ഡായിട്ട് ശമ്പളം കൊടുത്ത്, രാജകൊട്ടാരത്തിന് ശമ്പളം കൊടുത്തിട്ട് സംഗീത പ്രമാണികളെ, വാദ്യോപകരണങ്ങൾ വായിക്കുന്നവരെല്ലാം എന്ത് ചെയ്തിരിക്കുക, അവിടെ നിർത്തിയിരിക്കുക. എന്നിട്ട് ദാവീദ് സങ്കീർത്തനത്തിൻ്റെ അവസാനത്തിൽ എഴുതുന്നു, ഞാൻ അവൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദാവീദേ, നീ തന്നാന്നോ എഴുതുന്നേ? ഇത്ര വലിയ കൊട്ടാരം നിനക്കുണ്ടായിട്ട് യഹോവയുടെ ആലയത്തിൽ വസിക്കണമെന്നോ നീ പറയുന്നേ? വാട്ട് സെൻസ് ഇറ്റ് മേക്ക്? ദാവീദേ, എനിക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞേ, എൻ്റെ നിനക്കറിയത്തില്ല. അവൻ തിരിഞ്ഞു നോക്കി. അപ്പനാലും അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ടവനായി ആടുകളെ മേച്ചുകൊണ്ട് കിടക്കുക. അന്നേ തട്ടിപ്പോണ്ടതാ. സിംഹം വന്നവനെതിരെ കരടി വന്നു. അവിടൊക്കെ തമ്പുരാൻ്റെ മഹാകരുണ കൊണ്ട് എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ആ പ്രതിസന്ധിയൊക്കെ തരുന്നു. ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധികൾ ഒന്നൊന്നായി ദാവീദ് എണ്ണാൻ തുടങ്ങി. എല്ലാം കൂടെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എഴുതിയതാ, യഹോവ എൻ്റെ ഇടയനാകുന്നു. ഞാൻ ആ ഒറ്റ വാക്യത്തെ മാത്രമാണ് ഇന്നെടുക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് എന്നെ ശക്തീകരിക്കുന്നതനുസരിച്ച് തുടർന്നുള്ള ആഴ്ചകളിലും 23-ാം സങ്കീർത്തനത്തെക്കുറിച്ച് തന്നെയായിരിക്കും നാം പഠിക്കാനായിട്ട് പോകുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ അർത്ഥം എന്നാ? ഇറ്റ്സ് എ ഡിക്ലറേഷൻ അബൌട്ട് ഹിസ് ലൈഫ്. തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള, ജീവിതത്തിൻ്റെ ആകത്തുകയെക്കുറിച്ചുള്ളൊരു വിളംബരമാവാൻ ചെയ്യുന്നത്. യഹോവ എൻ്റെ ഇടയനാകും. 3 കാര്യങ്ങളാണ് ഞാൻ അവിടുന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. 1, ഇറ്റ്സ് എ ഡിക്ലറേഷൻ. 2, ഇറ്റ്സ് എ പ്രൊക്ലമേഷൻ. 3,
ഇറ്റ്സ് എ റെവലേഷൻ. ആ ഒറ്റ വാക്യത്തിൽ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ ആദ്യത്തേത് യഹോവയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. യഹോവ എൻ്റെ ഇടയനാ, യഹോവയാ എൻ്റെ ഇടയൻ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ അങ്ങനെ അതിനെ ഒന്ന് വിരുദ്ധപ്പെടുത്തുക. യഹോവയാ എൻ്റെ ഇടയൻ എന്ന് ദാവീദ് പറയുമ്പോൾ ഈ യഹോവ ആരാണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടാണ് വിളിച്ചു പറയുന്നത്. എൻ്റെ ഇടയൻ, എൻ്റെ ഉടയവൻ, എൻ്റെ മേൽ അധികാരമുള്ളവൻ, ഞാൻ ബിലോങ് ചെയ്യപ്പെടും, ഞാൻ ആരുടേതാണോ എന്ന് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ ബിലോങ് ടു യാഹ്വേ, യഹോവ. ആദ്യത്തേത് തൻ്റെ ദൈവത്തെക്കുറിച്ചുള്ളൊരു പ്രഖ്യാപനമാണ്. ദാവീദ് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഒത്തിരി അന്യദൈവാരാധനകൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സമൂഹത്തിൽ ആണ് ദാവീദ് ജീവിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇവൻ പറയുന്നത്, എൻ്റെ ഉടയവൻ, എൻ്റെ ഉടയവൻ, എൻ്റെ ഇടയൻ, എൻ്റെ ദൈവം യഹോവയാ എന്നവൻ പറയുമ്പോൾ ഈ യഹോവ ആരാണെന്ന് ചൊവ്വേ അറിഞ്ഞ മനുഷ്യനാ. യഹോവ ആരാണെന്ന് അവന് നല്ലപോലെ അറിയാം. ദാവീദിൻ്റെ ജീവിതകാലം വരെ യഹോവയായ ദൈവം ആരെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ യഹോവയെക്കുറിച്ചുള്ള വ്യത്യസ്ത വെളിപ്പാടുകളും പ്രവർത്തനങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരാളെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൂടാ. ഇന്നത്തെ കാലത്ത് പേരുകൊണ്ട് പോലും അറിയാൻ പറ്റത്തില്ല. ചില പേര് കേട്ട ആണാന്നോ പെണ്ണാന്നോ എന്ന് പോലും അറിയത്തില്ല. ബിനു നപുംസക പേര എന്ന് പറഞ്ഞെന്തോ, നമ്മൾ വേണമെങ്കിൽ ഒരു ആണിനെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്, പക്ഷേ എനിക്ക് വരുന്നൊരു പെണ്ണായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് പേരിന് പോലും ഒരു അർത്ഥം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് യഹോവയായ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി വരികയാണ്. ഏതുവരെയുള്ള കാലഘട്ടത്തിലാണ് ഞാൻ എടുക്കുന്നുള്ളൂ? ദാവീദിൻ്റെ കാലഘട്ടം വരെ. താൻ രാജസ്ഥാനത്തിലെത്തിയ ആ ദിവസം വരെയുള്ള കാലഘട്ടത്തിൽ യഹോവയായ ദൈവം ആരാണെന്ന് കഴിഞ്ഞ നാളുകളിൽ ദൈവം വെളിപ്പെടുത്തിയതുണ്ട്. ദൈവം വെളിപ്പെടുത്തിയ 2-3 വിധത്തിലാണ്. ഒന്ന്, തൻ്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തിലൂടെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി. അവിടെ നമ്മൾ വി സീ ദ ക്രിയേറ്റീവ് നേച്ചർ ആൻഡ് ദ ക്രിയേറ്റീവ് പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ മഹാത്മ്യത്തെക്കുറിച്ച് കാണുന്നത് ഈ പ്രപഞ്ചത്തിലൂടെയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പാടിയത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. വേറൊരു ഭാഗത്ത് പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിലേക്ക് നോക്കിയ റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു, തന്നെക്കുറിച്ചുള്ളത് താൻ ഈ പ്രപഞ്ചത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ ദിവ്യശക്തിയും അദർശ ലക്ഷണങ്ങളുമായി ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ എന്തൊക്കെ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചോ അത് മുഴുവനും ദൈവം ഈ പ്രപഞ്ചത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും വിവേകികളെന്ന് പറഞ്ഞവർ ദൈവത്തെ തപ്പി നോക്കി. ജ്ഞാനമുള്ളവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവർ അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, മൃഗം, നാൽക്കാലി എന്നിവയോട് രൂപസാദൃശ്യമാക്കി കളഞ്ഞു. യഹോവയായ ദൈവം ആരെന്ന് തൻ്റെ പ്രപഞ്ച സൃഷ്ടിയിലൂടെ ദൈവം വെളിപ്പെടുത്തി. 2, താൻ മാനവജാതിയോടുള്ള, മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ നോക്കിയിട്ട് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. അതിന് വളരെ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ നീതിയെ വർഷിപ്പിക്കുന്നു, തൻ്റെ മഴയെ വർഷിപ്പിക്കുന്നു, തൻ്റെ സൂര്യനെ അയക്കുന്നു, ഇറസ്പെക്റ്റ് ഓഫ് കാസ്റ്റ്, കളർ, ക്രീഡ് ആൻഡ് നേഷൻസ്. ജാതിയും മാനവജാതിക്ക് വേണ്ടി ദൈവം ചെയ്ത ദൈവത്തിൻ്റെ മഹത്വ സേവനങ്ങൾ, ദൈവം എത്രയോ ഉദാരവൽക്കരനാണ്, ദൈവം എത്രയോ ശ്രേഷ്ഠനാണെന്ന് വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനക്കാരൻ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നു, നാം പൊടിയെന്നവൻ ഓർത്തിട്ട് നമ്മുടെ അതിക്രമങ്ങൾക്കൊത്തവണ്ണം അവൻ നമ്മളോട് പകരം ചെയ്യുന്നില്ല, നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം പോലും അവൻ ആരോടും പകരം ചെയ്യാതെ അവൻ്റെ മഹാകരുണയിലും ദീർഘക്ഷമയിലും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 3, തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം എന്ത് പ്രവർത്തിക്കുന്നു എന്ന്. നാട്ടുകാർക്ക് വേണ്ടി ദൈവം എന്തോ ചെയ്യുന്നുള്ളത് ഞാൻ ആരാന്ന് വെളിപ്പെടുത്തുന്നു. പക്ഷെ എൻ്റെ സഭയ്ക്ക് വേണ്ടി ദൈവം എന്നാ ചെയ്യുന്നതെന്നുള്ളത്, ഞാൻ എന്തോ ചെയ്യുന്നതെന്നുള്ളത്.
തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ചെയ്യുന്നത് തന്നെ. സങ്കീർത്തനക്കാരൻ അതിനെങ്ങനെയാണ് പറയുന്നത്? ഏകനായ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ബലമുള്ള ഭുജം കൊണ്ടും വീര്യ ഭുജം കൊണ്ടും തൻ്റെ ജനത്തെ വിടുവിക്കുന്ന ദൈവം. എന്നിട്ട് പറയുന്നു, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നിർമ്മിച്ചത്, സകലയിടത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവം. പിന്നെ പറയുന്നു, തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്തത്. അപ്പൊ കഴിഞ്ഞ ഇത്രയും നാളത്തെ അനുഭവത്തിൽ ദൈവം ഈ പ്രപഞ്ചത്തിൽ ചെയ്തത്, ദൈവം മാനവജാതിക്ക് വേണ്ടി ചെയ്തത്, യഹോവയായ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്തത്. നാലാമത് തനിക്ക് വേണ്ടി ചെയ്തത്. അതൊക്കെ became very personal. അതെല്ലാവർക്കും പറയാനുള്ളതല്ല. ഒരുപക്ഷെ എബി ബ്രദറിന് എന്നെക്കുറിച്ച് ഒരു വ്യത്യസ്ത സാക്ഷ്യം പറയാൻ കാണും. സഭയിൽ എല്ലാവർക്കും പറയാൻ പറ്റുന്ന സാക്ഷ്യം ആയിരിക്കത്തില്ല പുള്ളിക്കുള്ളത്. സഭയിൽ എല്ലാവരും പറയുന്ന ചില സാക്ഷ്യമുണ്ട്. ആളൊരു മുരടനാണോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ. എന്നാൽ വ്യക്തിപരമായി എന്നോട് ഇടപെട്ട ചിലർക്ക് എ പേഴ്സണൽ ടെസ്റ്റിമണി. ദാവീദിന് അതിന് പറയാനുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൈവം ആരായിരുന്നു എന്നുള്ളത്. ഇതിനെല്ലാം കൂടെ കാച്ചിക്കുറുക്കി ഞാൻ 3-4 പദങ്ങളിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യഹോവയെക്കുറിച്ച് ഉള്ള ദാവീദിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ദാവീദ് എഴുതിയ സങ്കീർത്തനം മുഴുവൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ആ ദൈവത്തെക്കുറിച്ച് അവൻ വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ എന്നാ പറയുന്നതെന്ന് അറിയാമോ? ഈ ദൈവം ആരാന്നറിയാമോ? അവൻ പറയുക, ഈ ദൈവം ഈസ് ദ ക്രിയേറ്റർ ഗോഡ്, സൃഷ്ടിതാവായ ദൈവം. ഈ ദൈവം വിടുവിക്കുന്ന ദൈവം, ഈ ദൈവം സംരക്ഷിക്കുന്ന ദൈവം. അങ്ങനെ ദൈവത്തെക്കുറിച്ച് ഞാൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളെയും വെച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ചൊവ്വയെ, യഹോവയായ ദൈവത്തെക്കുറിച്ച് ചൊവ്വയെ മനസ്സിലാക്കിയ അവനാണ് വിളിച്ചു പറയുന്നത്, യഹോവയാണ് എൻ്റെ ഇടയൻ. നമ്മളോട് ചോദിച്ചാൽ എന്നാ പറയും? ഏതാ സഭ എന്ന് ചോദിച്ചാൽ പോലും ചൊവ്വയെ പറയാൻ പറ്റാത്തവരാ നമ്മുടെ സഭയിൽ തന്നെ ചില പാസ്റ്റർമാർ നമ്മുടെ സഭയുടെ പേര് പറഞ്ഞ് എനിക്ക് എന്നാ നമ്മുടെ സഭയുടെ പേര് എന്നാന്നോ ഇയാൾ പറയുന്നതെന്ന് തോന്നുന്നു. ചിലർ എന്നെ പരിചയപ്പെടുത്തുന്നത് കേട്ടാൽ എന്നെ തന്നെയാണോ ഇവർ ഈ പരിചയപ്പെടുത്തുന്നതെന്ന് എനിക്ക് തോന്നും. കാരണം എന്നാ, ഞാനുമായിട്ട് ഒരു പുലബന്ധവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ച് കൊടുത്തു. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ, അതെനിക്ക് വളരെ രസം തോന്നിയത്, കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടെ വരുന്നതിന് മുമ്പ് പുള്ളി എന്നെ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ എന്നെക്കുറിച്ച് അയാൾ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞത് ഒരാൾ എനിക്ക് ഫോർവേഡ് ചെയ്തു. ഇതൊക്കെ ശരിയാണെന്ന് ചോദിച്ചു. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പുള്ളിയുടെ അപ്പൻ്റെ കാലത്ത് തൊട്ട് എനിക്കറിയാം, അപ്പൻ ജേക്കബിനെ എനിക്കറിയാം. എൻ്റെ അപ്പൻ ജേക്കബൊന്നും അല്ല, ഇനി പുള്ളി ഒത്തിരി പുറകോട്ടാ പോയെന്ന് വെച്ചാൽ യാക്കോബിൻ്റെ ഉറവയിൽ നിന്ന് വന്നതാ. ഏത് പഴയ ദിനത്തിലോട്ട് പോയി കഴിഞ്ഞാൽ. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഒരിക്കൽ 1500 രൂപ എൻ്റെ അപ്പച്ചൻ പുള്ളിക്ക് കൊടുത്തായിരുന്നു. എൻ്റെ അപ്പച്ചൻ 1500 രൂപ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. പുള്ളി, എൻ്റെ അപ്പച്ചനെ അറിയാവുന്നവർക്കറിയാം. പുള്ളി ഇങ്ങനെ കുറേ അതിനകത്ത് വാരിക്കോരി ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ എന്തോത്തിനാണ് തിരുത്താൻ പോകുന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞല്ല, എൻ്റെ തെളിവ് ഇപ്പോഴും എൻ്റെ മൊബൈലിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ എന്തിനാ അദ്ദേഹം പറഞ്ഞു? ഞാൻ ചോദിച്ചു, ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ആരെയാ? അങ്ങനെ സുഖിപ്പിക്കാൻ ദാവീദ് പറഞ്ഞതല്ല, യഹോവ എൻ്റെ ഇടയനെന്ന് അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാ. ഇന്ന് പകൽക്കാലം നമുക്ക് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, യഹോവയാണ് എൻ്റെ ഇടയൻ, എനിക്ക് സകലത്തിനും സകലവുമായവൻ, എല്ലാറ്റിനും എല്ലാമായവൻ, എനിക്ക് നിർജ്ജന പ്രദേശത്ത് വഴിയൊരുക്കുന്നവൻ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നവന്, എൻ്റെ ആവശ്യങ്ങൾ എന്നോട് കൂടെ ഇരിക്കുന്ന യഹോവ തന്നെ എൻ്റെ ദൈവം. ഇതാരാ പറയുന്നതെന്ന് ഓർക്കണം. അതൊരു വലിയ കാര്യമാണ് അല്ലേ? ഏതെങ്കിലും ഒരു കാര്യം പറയുന്നത് ആരാ പറയുന്നതെന്നുള്ളൊരു വലിയ അർത്ഥമുണ്ട്. ദാവീദ് രാജാവാ വിളിച്ച് പറയുന്നേ, യഹോവ എൻ്റെ ദൈവം എന്നാ. ഞാനൊരു കാര്യം ഒറ്റൊരു വാക്യം കൂടെ പറഞ്ഞു നിർത്താം. ഇഫ് എ കിങ് നീഡഡ് എ ഗോഡ് ഇൻ ഹിസ് ലൈഫ്, ഒരു രാജാവിന് അവൻ്റെ ജീവിതത്തെ ഒരു ദൈവത്തെ ആവശ്യമായിരുന്നെങ്കിൽ, ഹൗ മച്ച് മോർ വി നീഡ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. മനസ്സിലായോ? ഒരു രാജാവിന് ഒരു ദൈവത്തെ അവൻ്റെ ജീവിതത്തിൽ ആവശ്യമായിരുന്നെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ എത്രമാത്രം ആവശ്യമാണെന്നറിയാമോ? 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ വാക്ക് മാത്രമേ ആയിട്ടുള്ളൂ. ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇനിയും പോകുന്നത്.